ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് കാലിൽ നല്ല ഭംഗിയുള്ള ഒരു കുലുസിട്ടാൽ തന്നെ കാല് കാണാൻ എന്ത് രസമല്ലേ. അപ്പം നമ്മൾ അതുപോലെ നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ബീഡ്സ്, ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുള്ളൊരു ഭംഗിയുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു ഒരു കൊലുസാണ്, ഒരു പാദസരമാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ വീഡിയോ ജസ്റ്റ് കാണുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയിനാണ് എടുത്തിരിക്കുന്നത്. ഈ ചെയിൻ നമുക്ക് മീറ്ററിന് വാങ്ങിക്കാൻ കിട്ടും. ഒരു ഇത്ര മീറ്ററിന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വില വില അത്ര വലിയ വിലയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഓർക്കുന്നില്ല വില എത്ര എന്നുള്ളത്. നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ ഒരു ചെയിൻ ഇഷ്ടം പോലെ വാങ്ങിക്കണം, റോളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിലയൊക്കെ നോക്കി ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ക്രാഫ്റ്റ് ഷോപ്പിലും ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന ഷോപ്പുകളിലും ഒക്കെ ഇത് കിട്ടാറുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ചെയിൻ എടുത്തതിന് ശേഷം നമ്മളെല്ലാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, കൊളുത്തും ജംറിങ്ങും ഒക്കെ. നമ്മളൊരു ജംറിങ്ങും കൊളുത്തും അപ്പുറത്തും ഇപ്പുറത്തോട്ടും ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക പ്ലെയർ വെച്ചിട്ട്. അപ്പം ഈ ചെയിൻ എന്ന് പറഞ്ഞേക്കുന്നത് കുറച്ച് കട്ടിയുള്ള ചെയിനാണ്. പല ടൈപ്പുള്ള ചെയിൻ നമുക്ക് കിട്ടും കേട്ടോ. കുറച്ച് കട്ടിയുള്ള ചെയിൻ കിട്ടും, കട്ടി കുറഞ്ഞ ചെയിൻ കിട്ടും, പിന്നെ ഇതിനെക്കാട്ടിലും വലിയ ചെയിൻ കിട്ടും, ഈ ഒരു ഹോള് ചെറിയ ചെയിൻ കിട്ടും. അങ്ങനെ ഒരുപാട് ചെയിൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം ഗോൾഡും ആൻറ്റീക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ സിൽവറാണ് എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നിയത്. കാരണം ഗോൾഡ് ചിലപ്പോൾ കളർ, പക്ഷേ ഗോൾഡിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ സിൽവർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഗോൾഡ് നമ്മൾ പ്ലേറ്റഡ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ ഇതുപോലെ ഫ്യൂസ് വെയർ എടുത്തിട്ട് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്രിസ്റ്റൽ ബീഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞേക്കുന്നത് 6 മില്ലിമീറ്റർ ആട്ടോ. നമുക്ക് 8ഉം 4ഉം ഉണ്ട്. ഇപ്പോൾ 4 എൻ്റെ ഇല്ലായിരുന്നു. 8 ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വലുതായതുകൊണ്ട് ഞാൻ പിന്നെ കയ്യിലുണ്ടായിരുന്ന 6 ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ ക്രിസ്റ്റൽ ബീഡ്സ് ഒന്നുമില്ല, ഷുഗർ ബീഡ്സ് ആണ് കയ്യിലിരിക്കുന്നതെങ്കിൽ, ഷുഗർ ബീഡ് അറിയാമല്ലോ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുനുകുന പോലെ ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ഉണ്ടല്ലോ, ആ ബീഡ്സ് ആണെങ്കിൽ മതി. അതാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ നമ്മളിങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനത് ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ളത് കാണിക്കും. കുറച്ച് ടൈം എടുക്കും ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഒരു അവസാനത്തെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞേക്കാൻ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം കൊച്ചു പിള്ളേരായിരിക്കും ഇപ്പം കൂടുതലും കൊലുസുകളൊക്കെ. വലിയവരങ്ങനെ ഇടുമോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൊലുസ് അങ്ങനെ ഇടാറില്ല, കാരണം പണ്ട് ഇടുമായിരുന്നു, പക്ഷെ ഇപ്പം ഇടാറില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ മാത്രമേ അങ്ങനെ ഇടാറുള്ളൂ, അല്ലാതെ ഞാനിങ്ങനെ കൊലുസ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാറില്ല കേട്ടോ. സ്വർണ്ണത്തിൻ്റെ ആണെങ്കിൽ ഞാൻ പണ്ടൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ സ്വർണ്ണത്തിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാലങ്ങൾ ഊരിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ടെൻഷനാണല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനത്തെ കൊലുസുകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇടാറുണ്ട്. ചെയിൻ്റെ അല്ല, ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ള കൊലുസുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ചിലപ്പം ഇടാറുണ്ട്. ഈ ടൈപ്പൊന്നും ഞാനങ്ങനെ ഇടാറില്ല. പക്ഷെ നല്ല ഭംഗിയാണ് ഇത് പിള്ളേരുടെ കാലിൽ കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. ഞാൻ തന്നെ ഇപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ആ കാലിൻ്റെ ഒരു ഭയങ്കര രസമാണ്, കൊലുസിട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പ്രോസസ്സിങ് ചെയ്ത് പോവാണ്. അപ്പം നമ്മൾ കറക്റ്റ് ലെങ്തിൽ വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. കാരണം ഒരു ബീഡ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഇത്ര ലെങ്ത് കഴിഞ്ഞിട്ട് അടുത്ത ബീഡ് ഇടുക, സെയിം അതേ ലെങ്ത് എടുത്തിട്ട് അങ്ങനെ ഇടുക. അങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ചെയ്യാൻ വേണ്ടി. നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു കൊലുസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, 5 അല്ല ഒരു 4-3 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ കൊലുസ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ലാസ്റ്റ് ബീഡ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പം നമ്മൾ ജസ്റ്റ് ഇത് കാലിലൊന്ന് ഇട്ട് നോക്കുന്നുണ്ട്, നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇട്ട് നോക്കുമ്പോഴത്തേക്കും ഇത് രണ്ടെണ്ണം ഞാൻ രണ്ടാമത്തെ പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയായിരുന്നു. അപ്പം നമുക്ക് വേറെ ഏത് ബീഡ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പം ഈ ബീഡ് തന്നെ, ഈ ക്രിസ്റ്റലിൻ്റെ ബീഡ് തന്നെ ആഡ് ചെയ്യണമെന്നൊന്നുമില്ല, ഈ ചെയിൻ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഡിസൈൻ കാണിച്ചു തന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തന്നെ കണ്ടോ, കാലിലിട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കാലിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ശരിക്കും ആ ഒരു കൊലുസിൻ്റെ ഭംഗി നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇട്ടതിൻ്റെ ഒരു ഫോട്ടോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൊലുസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.